ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് പഴിചാരാൻ ആരെങ്കിലും കണ്ടുപിടിക്കാനുള്ള പ്രവണത നമ്മളിലുണ്ട്. സത്യത്തിൽ അവരനെ പഴിചാരുന്നതിന് മുമ്പ് സ്വയം ഒരു അവലോകനം നടത്തി അതിലുള്ള തൻ്റെ പങ്ക് എന്താണെന്ന് തിരിച്ചറിയുന്നതാണ് പരിഹാരം. സ്ഥാപനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയായതിനാൽ സമ്മർദ്ദത്തിലാണ് മാനേജർ. ഓഫീസിലെത്തി ആരുടെയെങ്കിലും കുറ്റം കണ്ടെത്തി പിരിച്ചുവിടാൻ ഉറപ്പിച്ചാണ് വരവ്. താമസിച്ചു വരുന്നയാളെ പിടികൂടാമെന്ന് കരുതിയപ്പോൾ ജാക്കും ജില്ലും നേരത്തെ എത്തിയിട്ടുണ്ട്. ആദ്യം ചായ കുടിക്കാൻ പോകുന്നയാളെ ശകാരിക്കാൻ തീരുമാനിച്ചെങ്കിലും അന്ന് അവർ രണ്ടാളും ചായ ഇരിപ്പിടത്തിൽ വരുത്തി കുടിച്ചു. ഉച്ചഭക്ഷണത്തിന് കൂടുതൽ സമയം ചെലവിടുന്നയാളെ കാത്തിരുന്നപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് പതിവിലും നേരത്തെ അവർ ജോലി തുടങ്ങി. വൈകിട്ട് നേരത്തെ പോകുന്ന ആളിനു വേണ്ടിയായി പിന്നീടുള്ള നോക്കിയിരിപ്പ്. പക്ഷെ അന്ന് ജോലി സമയം കഴിഞ്ഞിട്ടും രണ്ടാളും ജോലി തുടർന്നു. അവസാനം ജിൽ പോകാൻ എഴുന്നേറ്റപ്പോൾ മാനേജർ പറഞ്ഞു, കമ്പനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളിൽ ഒരാളെ പിരിച്ചുവിട്ടേ തീരൂ. ജിൽ പറഞ്ഞു, സർ, ജാക്കിനെ പിരിച്ചു വിട്ടോളൂ, എനിക്ക് ബസ്സിന് സമയമായി. മാത്രമല്ല നാളെ രാവിലെ നേരത്തെ എത്തേണ്ടതുമാണ്. സ്വന്തം പിരിമുറുക്കം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നവർ സ്വയം വലിഞ്ഞു മുറുകി ഇല്ലാതാവുകയുള്ളൂ. അനാവശ്യ സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നവർ മറ്റുള്ളവർക്ക് പരിഹാസപാത്രം മാത്രമായിരിക്കും. ദുരുദ്ദേശത്തോടെ മാത്രം ഇടപെടുന്ന ഇവർ ദോഷൈക ദൃക്കുകളുടെ വേഷം ധരിച്ച് സ്വന്തം വില കളയും. പ്രതിസന്ധികൾ മറികടക്കാനുള്ള ആദ്യപടി സ്വയം ശാന്തമാകുക എന്നതാണ്. സ്വന്തം വൈഷമ്യങ്ങൾക്ക് മറ്റുള്ളവരെ ബലിയാടാക്കി പരിഹാരം കാണാനുള്ള കുബുദ്ധിയാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. സ്വന്തം പോരായ്മകൾ മറച്ചുവെക്കാൻ വേണ്ടിയാണ് അന്യൻ്റെ പോരായ്മകൾ തേടിയിറങ്ങുന്നത്. പഴിചാരൻ ഒരാളെ കിട്ടിയാൽ എത്ര വലിയ പിഴവിനോടും പൊരുത്തപ്പെടുന്നവരാണ് പലരും. എന്താണ് കാരണമെന്ന് കണ്ടെത്തുന്നതിന് പകരം ആരാണ് കാരണക്കാരൻ എന്ന് കണ്ടെത്താനുള്ള ശ്രമം പ്രശ്നപരിഹാരത്തിൻ്റേതല്ല, പ്രതികാര മനോഭാവത്തിൻ്റേതാണ്.